ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം. കൃഷ്ണായനം കഥ കേൾക്കാം. സർവചരാചരങ്ങളുടെയും അന്തര്യാമിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥ കേൾക്കാം. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി. ഇതുവരെയുള്ള ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ. കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ചാനലിലേക്ക് ആദ്യമായി എത്തുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കേൾക്കുക. കൃഷ്ണായനം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുക്കൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ, ഓഡിയോ കൃഷ്ണകുമാരി. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. സൂര്യഗ്രഹണം. ഗാന്ധാരിയുടെ ശാപം നടന്ന് 30 വർഷം കഴിയുന്നു. കീർത്തിയുടെ ഉച്ചഘട്ടത്തിലാണ് ഇന്ന് ദ്വാരക. എല്ലാ രാജാക്കന്മാർക്കും സുസമ്മതനാണ് മാധവൻ. ലോകത്ത് എങ്ങും യുദ്ധമില്ല, എവിടെയും സമാധാനം തന്നെ. ആരോടും ആർക്കും പകയില്ല, എവിടെയും ശാന്തി പുലർന്നു. സ്ഥിതിയും സമ്പത്തും തുല്യം. ആരും ആരുടെയും അടിമയല്ല, ആരും ആരെയും ഭരിക്കുന്നില്ല. ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങളിൽ മുഴുകുന്നു. അധ്വാനത്തിൻ്റെ മഹത്വം എല്ലാവരും അറിഞ്ഞു. എവിടെയും ഐശ്വര്യം വിളയാടി. ഏവരിലും ആഹ്ലാദം തുടിച്ചു. നന്മ മാത്രം മനുഷ്യനിൽ തൊടുദീപ്തിയായി നിന്നു. ദ്വാരകയിലെ മനോഹരമായ ആസ്ഥാന മണ്ഡപം. മന്ത്രിമാരും പൗരമുഖ്യരും നിറഞ്ഞിരിക്കുന്നു. ദേവതുല്യമായ സിംഹാസനത്തിൽ കേശവൻ എഴുന്നള്ളിയിരുന്നു. തൊട്ടടുത്തു തന്നെ ഗർഗാചാര്യനും ഉപവിഷ്ടനായി. കേശവൻ്റെ മുഖത്ത് സദാ വിളയാടിയിരുന്ന പുഞ്ചിരി കുറഞ്ഞിരിക്കുന്നു. സൗവർണദീപ്തമായ ഒരു ഭാവമാണ് ആ വദനത്തിൽ തെളിയുന്നത്. ചിന്തയുടെ മുകുളം പൊട്ടിവിടരും പോലുണ്ട് മാധവൻ്റെ വദനം. ഈ സമയത്ത് ആചാര്യനായ ഗർഗൻ പറഞ്ഞു, മാധവ, ഈ വർഷം സൂര്യഗ്രഹണമുണ്ട്. ഇത്തവണ ഗ്രഹണത്തിന് ഒരു സവിശേഷത കൂടിയുണ്ട്. സമ്പൂർണ്ണ ഗ്രഹണമാണ് ഇക്കൊല്ലം സംഭവിക്കുക. 2 നാഴിക ഗ്രഹണം നീണ്ടു നിൽക്കുകയും ചെയ്യും. ഗ്രഹണസമയത്ത് പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുക നല്ലതാണ്. നമുക്ക് ഇക്കുറി ഗ്രഹണം നടക്കുമ്പോൾ സ്യമന്ത പഞ്ചകത്തിൽ സ്നാനം നടത്തി വിശുദ്ധി വരുത്തണം. 500 വർഷം പിന്നിടുമ്പോഴാണ് ഇങ്ങനെയൊരു ഗ്രഹണം ഉണ്ടാവുക. ആചാര്യൻ്റെ വാക്കുകേട്ട് മാധവൻ പറഞ്ഞു, ഇത്തവണ സൂര്യഗ്രഹണം പൂർണ്ണമാണെന്ന് ഞാനും അറിഞ്ഞു. സ്യമന്ത പഞ്ചകത്തിൽ പോയി സ്നാനം നടത്തി പാപം ഹരിക്കുന്നത് പുണ്യം തന്നെയാണ്. ഇക്കുറി തീർച്ചയായും പോകണം. കേശവൻ്റെ വാക്കുകേട്ട് എല്ലാവരും ആഹ്ലാദിച്ചു. പരശുരാമൻ പണ്ട് ക്ഷത്രിയരെ 21 പ്രാവശ്യം കൊന്നൊടുക്കുകയുണ്ടായല്ലോ. അതുമൂലം വന്ന പാപം കഴുകിക്കളയാനായി നിർമ്മിച്ചതാണ് സ്യമന്ത പഞ്ചകം. 5 തീർത്ഥങ്ങളാണ് സ്യമന്ത പഞ്ചകം. മനോരഞ്ജകമായ ഈ പുണ്യവാപികളിൽ ഗ്രഹണസമയത്ത് സ്നാനം ചെയ്താൽ എല്ലാ ദോഷവും തീരും. ഈ വിശ്വാസം ജനങ്ങളുടെ ആത്മാവിന് ശാന്തി നൽകി. ഇത്തവണ സൂര്യഗ്രഹണ സ്നാനത്തിന് സ്യമന്ത പഞ്ചകത്തിലേക്ക് പോകുവാൻ ദ്വാരകയിലുള്ളവരും ആഗ്രഹിച്ചു. വസുദേവരും ദേവകിയും തീർത്ഥത്തിലേക്ക് പോകുവാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. മാധവൻ്റെയും ബലരാമൻ്റെയും ഭാര്യമാരും മക്കളും ഈ യാത്രയിൽ പങ്കുചേർന്നു. അവർ കുരുക്ഷേത്രത്തിനടുത്തുള്ള സ്യമന്ത പഞ്ചകത്തിലെത്തി. കേശവൻ യാദവരോടൊത്ത് സ്യമന്ത പഞ്ചകത്തിൽ വരുന്ന വാർത്ത വൃന്ദാവനത്തിലും എത്തി.
നന്ദഗോപനും യശോദയും സ്യമന്ത പഞ്ചകത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. നന്ദഗോപൻ പറഞ്ഞു, യശോദേ, ഇന്നും കണ്ണനെ കാത്തു കഴിയുന്ന ഒരുവൾ മാത്രമേ കാളിന്തി തടത്തിലുള്ളൂ, രാധ. അവളെ നീ വിവരം അറിയിക്കണം. കേശവൻ്റെ കൂട്ടുകാരിയായിരുന്ന എല്ലാ ഗോപന്മാരും ഗോപികന്മാരും വിവാഹിതരായി. പക്ഷേ രാധ മാത്രം മംഗല്യമണയാതെ എരിഞ്ഞടങ്ങുകയാണ്. അവളെ കൂടി സ്യമന്ത പഞ്ചകത്തിലേക്ക് കൂട്ടണം. ഈ വിവരം നന്ദനോട് ഓതുവാനിരുന്നതാണ് യശോദ. മാത്രമല്ല, പല കന്യകമാരെയും കേശവൻ പാണിഗ്രഹണം ചെയ്തു. രാധയെ മാത്രം മാധവൻ സ്വീകരിച്ചില്ല. യശോദയ്ക്ക് അതിൽ പരിഭവവും വെറുപ്പുമുണ്ട്. കേശവനെ മാത്രം ആഗ്രഹിച്ചു കഴിഞ്ഞവളാണ് രാധ. രാധയെ വേളി കഴിക്കുവാൻ കേശവൻ ഒരുങ്ങാത്തത് പ്രായക്കൂടുതൽ കൊണ്ടാണോ? പുരുഷന് പ്രായക്കൂടുതലും സ്ത്രീക്ക് പ്രായക്കുറവും വിവാഹത്തിന് വേണമെന്ന് ഒരാചാര്യനും പറഞ്ഞിട്ടില്ല. സ്ത്രീക്ക് പ്രായം പുരുഷനേക്കാൾ ഏറിയാലും ബന്ധം മംഗളമാകുന്നതേയുള്ളൂ. പക്ഷേ രാധയെ കണ്ണൻ കൂട്ടിയില്ല. ഇന്നും മാധവനെ ഓർത്ത് ഏകാന്തതയിൽ കത്തിയമരുന്ന ചന്ദനധൂളിയായി രാധയിരുന്നു. രാധയെ യശോദ വിളിപ്പിച്ചു. മകളെ, ഒരു കാര്യം നിന്നെ അറിയിക്കുവാനാണ് ഇപ്പോൾ വിളിപ്പിച്ചത്. അടുത്ത വാരത്തിൽ സൂര്യഗ്രഹണമാണ്. സ്യമന്ത പഞ്ചകത്തിൽ തീർത്ഥസ്നാനത്തിന് പോവുകയാണ് ഞങ്ങൾ. ദ്വാരകയിൽ നിന്ന് മാധവനും എത്തുന്നുണ്ട്. ഞങ്ങളോടൊപ്പം നീയും വന്നുകൊള്ളൂ. മാധവനെ കാണുകയുമാവാമല്ലോ. രാധയുടെ കണ്ണുകൾ വികസിച്ചു. ഉൾത്തടം നിറദീപമായി ഉണർന്നു. കേശവനെ ഒരിക്കൽ കൂടി കാണണമെന്ന് രാധ ആഗ്രഹിച്ചിരുന്നു. അഭിലാഷങ്ങൾ ഒരു ചിമിഴിലാക്കി കണ്ണൻ്റെ തൃച്ചേവടിയിൽ ഹൃദയം കൊണ്ടർപ്പിക്കണമെന്നും അവൾ മോഹിച്ചിരുന്നു. ഒരു വട്ടം കൂടി കണ്ണനെ തൻ്റെ ഹൃദയരാഗമാക്കണമെന്നും അവൾ അഭിലഷിച്ചിരുന്നു. നിത്യവിരഹം തനിക്കേകിയ കണ്ണനോട് രാധയ്ക്ക് പരിഭവമില്ല. ഏകാന്ത രാത്രികളിൽ പാരിജാതം മിഴി തുറക്കുമ്പോൾ മനസ്സിനെ അടക്കുവാൻ നന്നേ താൻ കഷ്ടപ്പെട്ടുവെന്ന് മാത്രം അദ്ദേഹത്തെ അറിയിക്കണം. ഉള്ളിൽ ഉണ്മയായി നൃത്തം ചെയ്യുന്ന മാധവനെ ഒരു വട്ടം കൂടി ആലിംഗനം ചെയ്യുവാൻ അവൾ അതിയായി കൊതിച്ചു. പ്രകൃതിയുടെ അന്തരംഗത്തിൽ കുളിർമ പരത്തുന്ന മുരളീ ഗീതം ഒരിക്കൽ കൂടെ കേൾക്കുവാൻ അവൾ തീവ്രമായി കൊതിച്ചു. എങ്കിലും എല്ലാം ഉള്ളിലമർത്തി രാധ ഒന്നും ഓതാതെ ഏകാന്തതയിലേക്ക് കണ്ണും നട്ടിരുന്നു. ഏറെ സമയം കഴിഞ്ഞപ്പോൾ രാധ പറഞ്ഞു, ഞാൻ വരുന്നില്ല അമ്മേ. മാധവൻ്റെ നികടത്തിലേക്ക് ഞാൻ വരുന്നില്ല. കണ്ണനെ നേരിൽ കണ്ടാൽ എനിക്ക് മടങ്ങി വരുവാൻ കഴിഞ്ഞില്ലെങ്കിലോ? ഞാൻ ഇവിടെ ഇരുന്ന് കേശവനെ ദർശിച്ചു കൊള്ളാം. ഇത്രയും പറഞ്ഞപ്പോഴേക്കും രാധയുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. കന്യകത്വം മായാത്ത കവിൾത്തടം നയനനീരിൽ നനഞ്ഞു. നിശ്വാസഗന്ധമേൽക്കാതെ അധരപുടം വരണ്ടു. രാധേ, നീ കരയുകയാണോ? യശോദയുടെ ചോദ്യത്തിന് രാധ ഉത്തരം പറഞ്ഞില്ല. നീല ചേലാഞ്ചലം കൊണ്ട് നയനങ്ങൾ തുടച്ച് അവൾ കാളിന്തി തീരത്തിലേക്ക് നടന്നു. പ്രേമത്തിൻ്റെ മൂർത്തിരൂപമായി നടന്നു പോകുന്ന രാധയെ നോക്കി യശോദ നിന്നു. യഥാസമയം യശോദയും നന്ദഗോപനും ഗോപികമാരും സ്യമന്ത പഞ്ചകത്തിലേക്ക് യാത്ര തിരിച്ചു. കേശവൻ ഗ്രഹണസമയത്ത് തീർത്ഥമാടുവാൻ സ്യമന്ത പഞ്ചകത്തിൽ എത്തുന്ന വിവരം ഹസ്തിനാപുരത്തും അറിഞ്ഞു. കുന്തിയും ദ്രൗപദിയും സുഭദ്രയും വിതുരരും പാണ്ഡവരോടൊത്ത് തീർത്ഥാടനക്കരയിലേക്ക് തിരിച്ചു. എല്ലാവരും സ്യമന്ത പഞ്ചകത്തിലെത്തി. ബന്ധുക്കളും സ്വന്തക്കാരും പരസ്പരം കണ്ടു. എല്ലാവരും ഒത്തുകൂടിയപ്പോൾ വിതുരർ പറഞ്ഞു, ഗോപന്മാരെ, വൃഷിണി വംശജരെ, ദ്വാരകാവാസികളെ, മന്നിടത്തിൽ പുണ്യം ചെയ്തവരാണ് നിങ്ങൾ. കേശവനെ നിത്യവും ദർശിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നല്ലോ. ചൈതന്യരൂപനായ ആ മൂർത്തിയാണ് പുരുഷൻ, പൂർണ്ണ മനുഷ്യൻ.
ആരെയും അദ്ദേഹം ഭരിക്കുന്നില്ല, രാജപദവിയും ഇല്ല. എല്ലാവരെയും അദ്ദേഹം സ്വസ്വരൂപമായി കാണുന്നു. സമത്വം ആണ് മാധവൻ്റെ മുദ്രാവാക്യം. സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ നിശ്വാസധാര. സത്യമാണ് അടിസ്ഥാന പ്രമാണം. ദ്വാരകയിലാണ് കേശവൻ വസിക്കുന്നതെങ്കിലും എല്ലാവരുടെയും നാഥനാണ് മാധവൻ. വിതുരൻ പറഞ്ഞതിൻ്റെ പൊരുൾ വൃഷ്ണികൾക്ക് വേണ്ടവിധം മനസ്സിലായില്ല. അവരുടെ മുഖം കണ്ടാൽ അതറിയാം. നന്ദഗോപനും യശോദയും കേശവനെ കണ്ടു. ആ മാതാപിതാക്കൾക്ക് അപ്പോഴുണർന്ന സന്തോഷം പറഞ്ഞറിയിക്കുവാനാവുകയില്ലായിരുന്നു. കേശവനെ കണ്ടപ്പോൾ ഗോപികമാർ ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. യശോദ ഒരു നിമിഷം കേശവനെ നോക്കി നിന്നു. വൃന്ദാവനത്തിൽ തൻ്റെ അംഗതലത്തിലിരുന്ന് വെണ്ണയുണ്ടിരുന്ന കണ്ണനാണ് മുന്നിൽ പീതാംബരനായി നിൽക്കുന്നത്. തൻ്റെ മകൻ ഏറെ വളർന്നിരിക്കുന്നു. മുഖകമലത്തിൽ നിത്യമുണർന്നിരുന്ന പുഞ്ചിരി എന്തോ ചിന്തകൾക്ക് വഴിമാറി ഇരിക്കുന്നു. മുഖത്ത് നറും പുഞ്ചിരിയുമായി വരുന്ന മാധവനെ ആലിംഗനം ചെയ്തുകൊണ്ട് യശോദ പറഞ്ഞു, മകനെ, നീ പിരിഞ്ഞു പോയിട്ട് എത്ര കാലം വീണ്ടും കഴിഞ്ഞു. കുരുക്ഷേത്ര യുദ്ധം നീ നടത്തിയ കഥയെല്ലാം ഓരോരുത്തർ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ഗർഗാചാര്യൻ വല്ലപ്പോഴുമെല്ലാം വൃന്ദാവനത്തിൽ വരുമായിരുന്നു. അദ്ദേഹവും നിന്റെ വിക്രമങ്ങളുടെ ചരിത്രം എന്നെ ധരിപ്പിച്ചിട്ടുണ്ട്. മോനെ, അമ്മയ്ക്കൊരു ദുഃഖമുണ്ട്. ഗാന്ധാരി ദേവിയുടെ ശാപകഥ അമ്മ അറിഞ്ഞിരിക്കുന്നു. അവർ പതിവ്രതയാണ്, സാത്വികയാണ്. അതുകൊണ്ട് തന്നെ ആ ശാപം ഫലിക്കും. മോനെ, അങ്ങനെയെങ്കിൽ ദ്വാരക നശിക്കും. എനിക്കത് ചിന്തിക്കുവാൻ പോലും കഴിയുന്നില്ല. കേശവൻ പറഞ്ഞു, അമ്മേ, വരാനുള്ളതെല്ലാം വന്നു തീരുക തന്നെ വേണം. ഒരു കാര്യം മാത്രം അമ്മ അറിയുക, അമ്മയുടെ മകന് ഒരിക്കലും നാശമുണ്ടാവുകയില്ല. യശോദ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കതു മതി മകനെ. കാലികളെ തെളിച്ച് ഓടക്കുഴലുമായി സായാഹ്നത്തിൽ കാളിന്തി തടം കടന്നു വരുന്ന നീയാണ് എന്നും അമ്മയുടെ മുമ്പിൽ. വെണ്ണ കട്ടുണ്ണുവാൻ തരം നോക്കുന്ന ഉണ്ണികൃഷ്ണനാണ് നീ എന്നും അമ്മയ്ക്ക്. മോനെ, നിന്റെ ശരീരത്തിൽ ഒരു പോറൽ വീഴുന്നത് പോലും സഹിക്കുവാൻ അമ്മയ്ക്ക് കഴിയുകയില്ല. യശോദ പിന്നെയും തേങ്ങുവാൻ തുടങ്ങി. അപ്പോഴേക്കും നന്ദഗോപൻ കേശവൻ്റെ സമീപത്തേക്ക് വന്നു. കേശവൻ പിതാവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. നന്ദൻ പറഞ്ഞു, മകനെ, എത്ര നാളായി നിന്നെ ഞങ്ങൾ കണ്ടിട്ട്. നീ വളരെ വലുതായി മകനെ. എങ്കിലും നിന്റെ ഓരോ ചലനവും ഞങ്ങളിൽ ബാല്യകാലത്തിൻ്റെ ആഹ്ലാദമാണ് നിറയ്ക്കുന്നത്. കുരുക്ഷേത്ര കഥയെല്ലാം ഗർഗാചാര്യൻ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞു. ദ്വാരകയിലേക്ക് വരിക ഈ പ്രായമായ കാലത്ത് എനിക്ക് എളുപ്പമല്ല. പക്ഷേ ഭാന്തന്മാർ പറയുന്ന നിന്റെ കഥകൾ ഞങ്ങൾ കേൾക്കാറുണ്ട്. നിന്റെ സന്താനങ്ങൾ നടത്തിയ വിജയയാത്രയുടെ കഥകളും അറിഞ്ഞു. രാജസൂയത്തിൻ്റെ ഹൃദ്യതയും കഥാകോവിദരുടെ ഭാഷണത്തിൽ നിന്നും ലഭിച്ചു. ഇപ്പോൾ നിന്നെ നേരിൽ കാണുവാനും കഴിഞ്ഞു. ഇനി എന്നാണ് ഞങ്ങൾക്ക് ഈ ഭാഗ്യമുണ്ടാവുക? ഇങ്ങനെ പറഞ്ഞ് നന്ദഗോപൻ സ്യമന്തപഞ്ചക ഹ്രദത്തിലേക്ക് നോക്കി നിന്നു. ഇളം കാറ്റിൽ നുരയിടുന്ന തടാകത്തിലേക്ക് നോക്കി നിൽക്കുന്ന നന്ദഗോപൻ ഭൂതകാലത്തിലേക്ക് പോകുന്നത് പോലെ തോന്നി. കേശവൻ ഗോപികമാരെ ശ്രദ്ധിച്ചു. അത് കണ്ട് യശോദ പറഞ്ഞു, മകനെ, എന്താണെന്നറിയുകയില്ല. രാധ വന്നില്ല. അവളെ ഞാൻ ഏറെ നിർബന്ധിച്ചു. എല്ലാം കേട്ടതിന് ശേഷം വരുന്നില്ലെന്ന് മാത്രം അവൾ പറഞ്ഞു. കാളിന്തി തടത്തിൽ ഋതുക്കൾ തലതല്ലി കൊഴിഞ്ഞു പോകുമ്പോൾ ആ ദുഃഖം മുഴുവൻ ഹൃദയത്തിലേറ്റുവാങ്ങി രാധ മാത്രം കഴിയുന്നു. അവൾ ആരോടും ഏറെ സംസാരിക്കാറില്ല. കാലിൽ ചിലമ്പുകൾ കെട്ടാറില്ല. പുഞ്ചിരിക്കുവാൻ അവൾ മറന്നേ പോയിരിക്കുന്നു. ഒരു ദുഃഖബിന്ദുവാണ് മോനെ അവൾ.
നീയാണ് ഇനി ആ ജന്മത്തിന് ആശ്വാസം. യശോദയുടെ വാക്കുകൾ മാധവൻ ഹൃദയത്തിലേറ്റുവാങ്ങി. രാധ, കണ്ണൻ്റെ കളിത്തോഴിയായ രാധ, സൗന്ദര്യത്തിടമ്പായ രാധ, ഇന്നവൾ ഒരു ദുഃഖബിന്ദു മാത്രം. മാധവൻ അല്പനിമിഷങ്ങൾ എന്തോ ചിന്തിച്ചു നിന്നു. പിന്നെ ആരോടും ഒന്നും മിണ്ടാതെ സ്യമന്തഹൃദത്തിൻ്റെ കരയിൽ ഒരിടത്ത് ഏകനായി ഇരുന്നു. രാത്രിയുടെ ആദ്യയാമം കഴിഞ്ഞു. ആരുടെയോ തേങ്ങൽ കാറ്റിലൊഴുകി വരുന്നത് പോലെ കേശവന് തോന്നി. ആ തേങ്ങലിനു പിന്നിൽ ചിതറുന്ന ചില ശബ്ദങ്ങളുമില്ലേ? കണ്ണാ, ഈ രാധയെ മറന്നുപോ നീ. നീലാളകങ്ങൾ നിരനിരയായി തിരുനെറ്റിയിൽ മുത്തമിടുമ്പോൾ അത് മാടിയൊതുക്കി അതരങ്ങൾ കൊണ്ട് കവിളിൽ പൂക്കളം തീർത്ത മധുവർണ, നീ ഈ രാധയെ മറന്നുപോ. ശരദ്ഘനത്തിനുള്ളിൽ തെളിയും പാലൊളി ചന്ദ്രിക പോലെ പുഞ്ചിരിച്ചുകൊണ്ട് ബാഷ്പമണിയുന്ന വദനം ഇരുകരങ്ങളിലും ഉയർത്തി മണിമുത്തം തന്ന മലരൊളി വർണ്ണ, ഈ പാവം പെണ്ണിനെ മറന്നുവോ? കേശവൻ പിടഞ്ഞെഴുന്നേറ്റു. ചുറ്റും നോക്കി. അനേകം ഗോപികമാർ ചുടുബാഷ്പത്തിൽ കുതിർന്ന വദനവും കൂപ്പുകൈകളുമായി അവർ കണ്ണൻ്റെ ഒരു വാക്കിന് കാതോർക്കുകയാണ്. കേശവൻ അവരെ പുണർന്നു. ലൗകിക ഭാവം മാറി അവരിൽ ആത്മീയ ഭാവം വളർന്നിരിക്കുന്നത് മാധവൻ അറിഞ്ഞു. സന്തോഷത്തോടെ കേശവൻ പറഞ്ഞു, വൃന്ദാവന സുന്ദരിമാരെ, നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മഭാവം ഞാൻ അറിയുന്നു. ഇനി നിങ്ങളെ സുഖദുഃഖങ്ങൾ ബാധിക്കുകയില്ല. ഈ ജന്മത്തിലെ അസ്വസ്ഥതയുടെ പടം നിങ്ങൾ പൊഴിച്ചു കളഞ്ഞിരിക്കുന്നു. കുളിരുള്ള പുണ്യതീർത്ഥമാടി വിശുദ്ധരായി നിങ്ങൾ പോകുവിൻ. കേശവനെ തൊഴുത് അവർ വിടവാങ്ങി. മാധവൻ തടാകക്കരയിൽ നിന്നെഴുന്നേറ്റു. മഞ്ഞു വീണു തുടങ്ങിയിരിക്കുന്നു. ചന്ദനമണവുമായി കുന്നിറങ്ങി കുളിർക്കാറ്റ് വന്ന് കേശവനെ പൊതിഞ്ഞു. മാധവനെ അറിഞ്ഞ് പ്രകൃതി പഞ്ചപുച്ഛമടക്കി നിന്നു. മാധവൻ ദാരുകനെ വിളിച്ച് തേര് കൊണ്ടുവരാൻ പറഞ്ഞു. മനോഹരമായ തേരെത്തി. തടാകക്കരയിലൂടെ നിശബ്ദം കേശവൻ്റെ തേര് നീങ്ങി. കുരുക്ഷേത്രം കടന്ന് തേര് സമതലങ്ങളിൽ എത്തി. നിറഞ്ഞ ചന്ദ്രികയിൽ ഭൂമി കുളിച്ചു നിന്നു. വിലാസവതിയായ വസുന്ധരയുടെ രഹസ്യമോഹങ്ങളിൽ നഗക്ഷതമേൽപ്പിച്ച് രഥം മുന്നോട്ടു നീങ്ങി. വികാരവതിയായി വസുമതി പുളഞ്ഞു. വൃന്ദാവനം ചന്ദ്രികയിൽ തൊടുത്തു. വെള്ളിയൊഴിച്ച പോലെ കാളിന്തി തിളങ്ങി. കേശവൻ കാളിന്തി തടത്തിലെത്തി. ഗോപികാരമണൻ നദീതടത്തിൽ പദമൂന്നിയപ്പോൾ രാധയുടെ ഹൃദയം പിടഞ്ഞു. എന്താണ് കാരണമെന്നറിയാതെ അവൾ പരുങ്ങി. കാളിന്തിയുടെ കരയിൽ ഒതുക്കുകല്ലിൻ്റെ അടിത്തട്ടിൽ നൂപുരം മാറ്റിയ മണികങ്കണക്കാലുകൾ ജലത്തിൽ ഒളിപ്പിച്ച് രാത്രിയുടെ രണ്ടാം യാമത്തിൽ രാധ ഇരുന്നു. ചന്ദ്രികയിൽ അവൾ ഒരു പാരിജാതപ്പൂവായിരുന്നു. രാധാരമണൻ മന്ദം മന്ദം അവളുടെ പിന്നിലെത്തി. പ്രകൃതിയിൽ നടക്കുന്നതൊന്നും അറിയാതെ രാധ ചിന്തയിലാണ്ടിരുന്നു. കേശവൻ അവളുടെ നെറുകയിൽ കരം വെച്ചു. രാധ പിടഞ്ഞെഴുന്നേറ്റു. മുന്നിൽ മാധവൻ, തൻ്റെ കവിളിൽ മായാത്ത മുദ്ര തന്ന കടലൊളി വർണ്ണൻ, കരിമുകിലിൻ നിറമാണ്ട കായാമ്പൂ കളേബരൻ. കണ്ണൻ മുന്നിൽ വന്ന് നിൽക്കുന്നത് രാധയ്ക്ക് വിശ്വസിക്കുവാനായില്ല. ഇത് തൻ്റെ കരിമുകിൽ വർണ്ണൻ തന്നെയോ? കുരുക്ഷേത്രം നയിച്ച മാധവനാണോ ഇത്? തൻ്റെ പഴയ കളിക്കൂട്ടുകാരനായ കേശവനാണോ ഇത്? കേശവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാധേ, ഇതാ നിന്റെ കണ്ണൻ, നിനക്ക് വേദന മാത്രം തന്ന നിന്റെ കളിക്കൂട്ടുകാരൻ. വരൂ, മഞ്ഞിൽ കുളിച്ച് ഈ രാത്രി നിലാവിൽ നിന്റെ നൃത്തം ഞാനൊന്ന് കാണട്ടെ. രാധ ചിലമ്പണിയൂ, അരഞ്ഞാണം കിലുങ്ങുമാറ് എൻ്റെ അകത്തള മുലയുമാറ് നീ നടനം തുടരൂ.
മാധവൻ്റെ വാക്കുകൾ രാധയുടെ ഹൃദയത്തിലേക്ക് കുമിഞ്ഞിറങ്ങി. തണുപ്പറിയാതെ താൻ അറിയാതെ അവൾ മാധവൻ്റെ മുന്നിലേക്ക് നീങ്ങി. രാധയുടെ കണ്ണുകൾ കണ്ണൻ്റെ പ്രകാശമേറ്റു വിടർന്നു. ഏകാന്തത അവരെ പൊതിഞ്ഞു. കണ്ണാ. രാധയുടെ ചുണ്ടുകൾ മന്ദം ചലിച്ചു. രാധേ, മാധവൻ വിളിച്ചു. ഇതളുകൾ കൂമ്പുകയും വിടരുകയും ചെയ്യുന്ന ഒരു രജതമല്ലിപ്പൂവായി രാധ. മാധവൻ തൻ്റെ വലതുകരം രാധയുടെ നെറുകയിൽ വെച്ചു. പെട്ടെന്ന് അവരുടെ ചുറ്റും ചിലമ്പുകൾ മുഴങ്ങി. അനേകം ഗോപികമാർ നൃത്തം തുടങ്ങി. രതിതാളത്തിൽ പദചലനം, മൃദുതാളത്തിൽ കരചലനം, ചാരുവാം രാഗതരംഗങ്ങളുയർന്നു. ആനന്ദ നർത്തനം അതിദ്രുതം നടന്നു. രാധ നർത്തകിമാരുടെ പതക്കമായി. യമുനാതീരം വേദിയായി. പെട്ടെന്ന് ഗോപികമാർ യമുനയുടെ ആഴത്തിലൊളിച്ചു. ചിലമ്പൊലി മാത്രം നിന്നു. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുമല്ലോ, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.